നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 5/3/2025 കുംഭമാസം 21 കാർത്തിക നക്ഷത്രവും ശുക്ലപക്ഷ ഷഷ്ടി തിഥിയും വരുന്ന ദിവസം ബുധനാഴ്ച 10:45 AM ചന്ദ്രോദയവും സൂര്യോദയമാകട്ടെ 6:40 സൂര്യാസ്തമനം 6:32 PM രാഹുകാലമാണെങ്കിൽ 12:36 PM മുതൽ 2:05 PM വരെയും, ഗുളികകാലമാകട്ടെ 11:07 AM മുതൽ 12:36 PM വരെയും, യമകണ്ഠകാലം 8:09 AM മുതൽ 9:38 AM വരെയുമാണ്. ഈ സമയത്ത് രാഹുകാല സമയത്തും ഗുളികകാല സമയത്തും യമകണ്ഠകാലത്തും പുതു കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന്, എന്തെങ്കിലും ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന്, ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഈ 3 സമയവും വർജിക്കുന്നത് നല്ലതാണ്. അഭിജിത്ത് മുഹൂർത്തം ഏറ്റവും നല്ല മുഹൂർത്തമാണ്. 12:12 PM മുതൽ 12:34 PM വരെയും 12:38 PM മുതൽ 1 മണി വരെയുമാണ് അഭിജിത്ത് മുഹൂർത്തം. ഇനി കന്നി രാശിക്കാർക്കാണെങ്കിൽ ചന്ദ്രാഷ്ടമവുമാണ്. ബുധനാഴ്ച ആയതുകൊണ്ട് ചെറുപയർ നിറത്തിലോ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല ചാർത്തുന്നത്, അതുപോലെ തന്നെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലായാലും ദേവീ ക്ഷേത്രത്തിലായാലും ദർശനം നടത്തുന്നതും, പച്ച വസ്ത്രം ധരിക്കുന്നതും, മരതകരത്നം ധരിക്കുന്നതും, ചെറുപയർ ദാനം ചെയ്യുന്നതുമെല്ലാം വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റില ചാർത്തുന്നതും വളരെ ഗുണഫലങ്ങൾ നൽകും. ഈ ദിവസം, അതായത് 5/3/2025 സുബ്രഹ്മണ്യ സ്വാമിയെയും മറ്റ് ദേവതകളെയൊക്കെ പ്രാർത്ഥിക്കുന്നത് മൂലം 27 നക്ഷത്രക്കാർക്ക്, അതായത് 12 രാശിക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വലിയ പ്രതീക്ഷകൾക്ക് വകയുണ്ടാകും. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ രീതിയിലെങ്കിലും പോലും സാമ്പത്തിക നേട്ടം വന്നു ചേരാനുള്ള ഒരു സമയമാണ് ഇത്. വിശിഷ്ട വസ്തുക്കൾ, ഒരുപാട് കാലമായി ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും വിശിഷ്ട വസ്തുക്കൾ കൈവശം വന്നു ചേരുന്നതിനുള്ള യോഗവും കാണുന്നു. ശത്രുക്കളൊക്കെ മിത്രതാഭാവത്തിൽ വരുന്നതും ആണ്. എന്നാൽ ഇഷ്ടവിഷയങ്ങൾ പഠിക്കാൻ നല്ല അവസരങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഒരു ദിവസം പോലും പാഴാക്കാതെ, ഒരു മിനിറ്റ് പോലും സമയം പാഴാക്കാതെ ഇഷ്ടവിഷയങ്ങൾ പഠിക്കുവാനുള്ള ഒരു തുടക്കം കുറിച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും. വിശിഷ്ട വ്യക്തികളുമായി സൗഹൃദത്തിൽ ഏർപ്പെടുന്നതിനുമുള്ള സാഹചര്യം വന്നു ചേരും. അന്യാധീനപ്പെട്ടു എന്ന് കരുതിയ വസ്തു തിരിച്ചു ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. പരീക്ഷ, ഇന്റർവ്യൂ എന്നിവയിലൊക്കെ വിജയസാധ്യതയാണ് കാണുന്നത്. ഇഷ്ടപ്പെട്ട വസ്തുക്കൾ വാങ്ങാൻ കഴിയും. മറ്റുള്ളവർ അവഗണിക്കപ്പെടുന്ന, എപ്പോഴും ഒരു അവഗണനയും പുച്ഛവും പരിഹാസവും ഏറ്റിട്ടിരുന്നവർക്ക് അല്പം ഒരു സന്തോഷവും സമാധാനവും അംഗീകാരവും കിട്ടുന്ന ദിവസമാണ് 5/3/2025. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ഷഷ്ടിവ്രതം എടുക്കുന്നത്, മുരുക 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 എന്ന് 108 പ്രാവശ്യം എഴുതുന്നതൊക്കെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിൻ്റെതായ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. അന്യരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു ഗുണാനുഭവങ്ങൾ വരാനുണ്ട്. പൂർവിക സ്വത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നു ചേരും. അതിൽ ആരെങ്കിലും അവകാശം വേണ്ട എന്ന് പറഞ്ഞിരുന്നവർ അവകാശം വേണമെന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം വരുന്നതിന് യോഗം കാണുന്നു. പിന്നെ സന്തോഷകരമായിട്ട് സ്വന്തം കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുവാനുള്ള ഒരു മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു ഉന്മേഷവും ഉണർവും വരുന്ന ദിവസമാണിത്. സ്വന്തം കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനും സാധിക്കും. പിന്നെ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും. അപവാദ ആരോപണങ്ങളിൽ നിന്ന് മുക്തി നേടും. അപവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ദിവസമാണ്. ജോലി സ്ഥിരപ്പെടുവാനുള്ള യോഗം കാണുന്നു. നിരന്തരമായി പ്രയത്നിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനത്തിനോട് അംഗീകാരം ലഭിക്കുന്ന സമയമാണ്.
പൊതുവെ പറഞ്ഞാൽ രാശിനാഥനായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. അതുപോലെ വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിച്ചാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഷഷ്ടിവ്രതം എടുക്കുന്നതും വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ല ഗുണഫലങ്ങൾ നൽകും. മിഥുനം രാശിക്കാർക്ക് 5/3/2025 ബുധനാഴ്ച കാർത്തിക നക്ഷത്രം ശുക്ലപക്ഷ ഷഷ്ടിയും വരുന്ന ദിവസം പഠിച്ച വിഷയങ്ങൾക്കനുസരിച്ച് ജോലി ലഭിക്കും. കൃഷിയിൽ നിന്നും വരുമാനം വർദ്ധിക്കും. ആഡംബര വസ്തുക്കൾ വാങ്ങും. അപ്രതീക്ഷിതമായി ചില നേട്ടങ്ങൾ കൈവരും. ചെറിയ പ്രവർത്തനങ്ങൾക്ക് പോലും വലിയ ഫലങ്ങളും നേട്ടങ്ങളും ലഭിക്കും. ലക്ഷ്യബോധത്തോടെ മുന്നേറും. തെറ്റുകളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും രക്ഷ നേടും. രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് മൂലം കൂടുതൽ ഗുണഫലങ്ങൾ വന്നു ചേരുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകമോ അതുപോലെ പൂവൻപഴം നിവേദ്യമോ ഒക്കെ ചെയ്തതിന് ശേഷം ചെറുപയർ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാലയും ഒക്കെ ചാർത്തുമ്പോൾ ഈ ദിവസം ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്നതായി തീരുന്നതാണ്. കർക്കിടകം രാശി. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ വിശിഷ്ട വ്യക്തികളുമായി പരിചയത്തിലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും. സുഹൃത്തുക്കളുമായുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കും. ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കും. മക്കളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വിജയിക്കും. ആനുകൂല്യങ്ങൾ, ജോലിയിൽ നിന്നുമൊക്കെ കിട്ടാനുള്ള ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. പൊതുപ്രവർത്തന രംഗത്ത് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും പച്ചവസ്ത്രം ധരിക്കുകയും കഴിയുമെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാട് കഴിക്കുകയും ചെയ്യുമ്പോൾ 5/3/2025 ഏറ്റവും ഗുണഫലങ്ങളുള്ള ഒരു ദിവസമായി തീരുന്നതാണ്. ചിങ്ങം രാശി. ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ പൊതുപ്രവർത്തകർക്ക് അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കപ്പെടുകയും പ്രോത്സാഹനവും അംഗീകാരവും ലഭിക്കുകയും ചെയ്യും. പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും. മുടങ്ങിപ്പോയ ധനമിടപാടുകൾ പുനരാരംഭിക്കും. നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കും. സൽപ്പേരുണ്ടാകും. തൊഴിൽ രംഗത്ത് ആനുകൂല്യങ്ങൾ ലഭിക്കും. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയും. പൊതുവെ പറഞ്ഞാൽ ചിങ്ങൻ രാശിക്കാർക്ക് 5/3/2025 കാർത്തിക നക്ഷത്രം ഷഷ്ടി ദിവസം എല്ലാവിധ ഗുണഫലങ്ങളും നൽകുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക, അതുപോലെ ദുർഗാദേവിയെയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ചോറ്റാനിക്കര പോലുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാട് കഴിക്കുമ്പോൾ എല്ലാ നന്മകളും വന്നു ചേരുന്നതാണ്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. കന്നിരാശി. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലവസരങ്ങൾ ലഭിക്കും. മുന്നിട്ടിറങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കും. സർക്കാർ സഹായങ്ങൾ ലഭിക്കും. സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കും. കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ജീവിത പങ്കാളിയുടെ ആരോഗ്യനില മെച്ചപ്പെടും. ആഗ്രഹിച്ച വസ്തുക്കൾ നേടിയെടുക്കുന്നതിന് പറ്റിയ ദിവസമാണ്. പൊതുവെ പറഞ്ഞാൽ അവരുടെ രാശിനാഥയായ ബുധന്റെ അനുഗ്രഹത്തിനായി മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് കഴിക്കുന്നതും ഷഷ്ടിവ്രതമെടുക്കുന്നതും അതുപോലെ കഴിയുമെങ്കിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയോടെ ചെയ്യുമ്പോൾ എല്ലാ നന്മകളും അനുഭവ യോഗ്യമാകുന്നതാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
മൂകാംബി അവരുടെ രാശിനാഥയായ മൂകാംബിയ ദേവിയെ പ്രാർത്ഥിക്കുന്നത് മൂലവും, അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലോ പനിനീരോ കൊണ്ട് അഭിഷേകം കഴിക്കുകയും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവിധ മംഗളങ്ങളും വന്നു ഭവിക്കുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ ഒരു നല്ല ദിവസമാണ് കന്നിരാശിക്കാർക്ക് 5/3/2025. തുലാരാശി. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു ദിവസം. വിനോദയാത്രകൾക്കുള്ള പ്ലാനിംഗ് നടത്താവുന്നതാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്പം പ്രശസ്തിയൊക്കെ വന്നു ചേരുന്ന ദിവസം. വിലപ്പെട്ട വസ്തുക്കൾ കൈവശം വന്നു ചേരും. കലുഷിതമായിരുന്ന മനസ്സ് അല്പം ശാന്തമാവും. വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നുകൂടെ പുനരാരംഭിക്കുന്നതിനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരും. മാതൃകാപരമായി ഏത് കാര്യങ്ങളിലും വളരെ ചിട്ടയോടുകൂടി എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ശ്രമിക്കും. അതിന് പറ്റിയ ഒരു ദിവസമാണ്. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീരഭിഷേകം കഴിക്കുന്നതും, കാർത്തിക നാളായതുകൊണ്ട് ചോറ്റാനിക്കര, കുമാരനെല്ലൂർ തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വളരെ ഗുണഫലങ്ങൾ നൽകും. വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഹർജികൾ, നിവേദനങ്ങൾ, പരാതികൾ ഇതൊക്കെ പരിഗണിക്കപ്പെടുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നതിനുള്ള ഒരു മനസ്സ് വരുന്ന ദിവസവുമാണ്. സ്വന്തം ഉത്തരവാദിത്വത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങും. അതിൽ പൂർണ്ണ വിജയവും ഉണ്ടാവും. സാമ്പത്തികമായി അല്പം മെച്ചമുള്ള സമയമാണ്. ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്ന് മാത്രമല്ല, കൂടുതൽ അധ്വാനിച്ച് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പൊതുവെ പറഞ്ഞാൽ പച്ചവസ്ത്രം ധരിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീരഭിഷേകം കഴിക്കുന്നതും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകുന്നു. ധനുരാശി. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട് പണി പൂർത്തിയാക്കുവാനുള്ള ഒരു തത്രപ്പാട്, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. സ്വത്ത് തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കും. പുതിയ കോഴ്സിന് ചേർന്ന് പഠിക്കാൻ അവസരം ലഭിക്കും. പങ്കാളിയുമായി ഉല്ലാസയാത്രയ്ക്ക് പോകാൻ ഉള്ള ഒരു തീരുമാനമുണ്ടാകും. ഗ്രഹോപകരണങ്ങൾ വാങ്ങും. ഉപകാരം ചെയ്തവരുമായി ഒരു ഉപകാര സ്മരണ വഴി ഒരു മീറ്റിങ്ങോ ഒരു പാർട്ടിയോ ഒക്കെ നടത്തുന്നതിനുള്ള ഒരു യോഗവും കാണുന്നുണ്ട്. നിർണായകമായ കാര്യങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. വീട്ടിൽ എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ നടത്താനും യോഗം കാണുന്നു. മകരം രാശി. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വേണ്ടപ്പെട്ടവരുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറിക്കിട്ടും. പരാജയഭീതി മൂലം മാറ്റിവെച്ച കാര്യങ്ങൾ വീണ്ടും തുടങ്ങുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. വീട്ടിലെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ പ്രയോജനപ്പെടും. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. ദേവാലയങ്ങളിൽ സന്ദർശിക്കുന്നതിന് യോഗം കാണുന്നു. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നതും പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ഈ ദിവസം ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. കുംഭം രാശി. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും. വിദേശ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യേണ്ട സമയമാകുന്നു. സാമൂഹിക ബന്ധങ്ങളിൽ നിന്നും ഗുണമുണ്ടാകും. കലാകാരന്മാർക്ക് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. തൊഴിൽ ലഭിക്കാൻ പറ്റിയ അവസരമാണ്. വീട്ടിൽ വിശേഷ അനുഭവങ്ങൾ വന്നു ചേരും. മനോധൈര്യവും സാഹസികതയും വർദ്ധിക്കും. പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നത്,
സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീരഭിഷേകം കഴിക്കുന്നത്, മുരുക മുരുക എന്ന മന്ത്രം ജപിക്കുന്നത്, ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല സമർപ്പിക്കുന്നത്, ഇതെല്ലാം എടുത്തു പറയുന്ന ഗുണഫലങ്ങൾ നൽകുന്നതിന് സഹായകമാകും. മീനം രാശി. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ഉദ്ദേശിച്ച യാത്രകൾ സാധ്യമാവും. വീട്ടിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാം. എടുത്തുചാട്ടം അല്പം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. എതിർപ്പുകളെ അതിജീവിക്കുവാൻ സാധിക്കും. പൊതുപ്രവർത്തനങ്ങളെ അംഗീകരിക്കപ്പെടും. പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും. തൊഴിൽ രംഗത്ത് ആനുകൂല്യങ്ങൾ വന്നു ചേരും. പൊതുവെ പറഞ്ഞാൽ 27 നക്ഷത്രക്കാർക്കും 5/3/2025 ഏറ്റവും നല്ല ശുഭത്വമുള്ള ഒരു ദിവസമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീരഭിഷേകം കഴിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കും. എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാ നന്മകളും അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കാർത്തിക നാളായതുകൊണ്ട് പണമിടപാടുകൾ മാറ്റിവെക്കുന്നത് വളരെ നന്നായിരിക്കും. പണം കടം വാങ്ങുകയോ കടം കൊടുക്കുകയോ ചെയ്യരുത്. ബാക്കിയെല്ലാം മംഗളമായി വന്നു ചേരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.